എൻ്റെ പേര് അലീന. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. 2022 ഡിസംബർ 3-നാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു ജർമ്മനിക്ക് പോവാൻ എന്നുള്ളത്. അതിനായി ഞാൻ 1.5 വർഷത്തോളം ശ്രമിച്ചു. 2 എക്സാം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പാസ്സാക്കി തന്നു. അപ്പോൾ ഞാൻ 2 എക്സാം വെച്ച് പോകാനായി പ്രോസസ്സിങ്ങിന് കൊടുത്തിട്ട് ഇതേവരെ ആയിട്ടുണ്ടായിരുന്നില്ല. എന്നോട് ഏജൻസിക്കാർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇപ്പം ശരിയാകും, അവിടുത്തെ അക്കോമഡേഷൻ്റെ പ്രശ്നമൊക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ സമയം വരെ ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കിയിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 3-ാം തീയതി ഞാൻ എൻ്റെ 5ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ഞാൻ 4 പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോൾ ചെയ്യാതിരുന്നൊരു കാര്യമായിരുന്നു വ്യക്തിപരമായ പ്രാർത്ഥന. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് ഒത്തിരിയേറെ പേരുള്ള ഒരു റോസറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. എല്ലാ ദിവസവും ജപമാല ഉണ്ടായിരുന്നു. ഞാൻ ജപമാലയിൽ പങ്കെടുത്തു. അതുവഴി എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ശക്തി കൂടി. ഞാൻ അങ്ങനെ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. എന്ന് മുതലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചത്? അന്ന് മുതൽ അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ ടൈം ഷോർട്ടനിങ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ വേറൊരു ഏജൻസിയിൽ കൊടുത്തു. ഏജൻസിയിൽ ഇപ്പോൾ കൊടുത്തിട്ട് 3 മാസം ആവണേ ഉള്ളൂ. ഉടമ്പടി 5ാമത്തെ പ്രാവശ്യം പുതുക്കിയ സമയത്താണ് ഞാൻ കൊടുത്തത്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും, ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു, സെക്കൻഡ് ഇൻ്റർവ്യൂ കഴിഞ്ഞു, വിസയ്ക്ക് വെച്ചുമ്പോൾ എൻ്റെ കൂടെ വിസയ്ക്ക് വെച്ചവർക്കൊക്കെ വിസ ഡിസ്പാച്ച് ആയെന്ന് മെസ്സേജ് വന്നു. പക്ഷേ എനിക്ക് മാത്രം വന്നില്ല. വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും അങ്ങനെ മെസ്സേജ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ശനി ഞായർ തിങ്കളാഴ്ചയ്ക്ക് അവധിയാണ്, എനിക്കിപ്പോൾ കിട്ടുമോ, ബുധനാഴ്ച ചൊവ്വാഴ്ചയ്ക്ക് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇന്നലെ അപ്രത്യക്ഷമായിട്ട് എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചു. അലീന മേരിയുടെ പാസ്പോർട്ട് വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പാസ്പോർട്ട് അപ്പം തന്നെ പോയി വാങ്ങിച്ചു. അവിടെ ഒരു അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. പള്ളിയിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ വിസ അടച്ചിരിക്കുന്നു. എനിക്കറിയില്ല അത് എങ്ങനെയാണെന്ന്. എൻ്റെ കുറവ്, ഞാൻ ചെയ്ത തെറ്റ് തിരുത്തി പ്രാർത്ഥിക്കാൻ ആരംഭിച്ച മുതൽ മാതാവ് എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കാൻ തുടങ്ങി. വിസ വരുമ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, മാതാവിൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് എല്ലാവരോടും പറയണമെന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. ഞാൻ എൻ്റെ ഏജൻസിനോടും പോലും പറഞ്ഞിട്ടില്ല എനിക്ക് വിസ കിട്ടിയെന്ന്. ഇത് കഴിഞ്ഞിട്ട് വേണം പറയാൻ. പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു. ജൂലൈ 5-ന് ഞാൻ ജർമ്മനിക്ക് പോവാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ജൂലൈ 9-ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അതിന് മുമ്പ് എനിക്ക് വിസ സമ്മാനമായിട്ട് തരണമെന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അമ്മ വിസ മാത്രമല്ല ജർമ്മനിക്ക് പോകാനുള്ള ടിക്കറ്റും എല്ലാം എടുത്തു തന്നു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷി അമ്മ എനിക്ക് സാധിച്ചു തന്നു. പിന്നെ 2ാമത്തെ നിയോഗം, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ 2023 ജനുവരി മാസം ആയിരുന്നു. ടെസ്റ്റിൻ്റെ അന്നത്തെ ദിവസം എനിക്ക് 4 വീലർ ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ അവിടുത്തെ സാറിനോട് പറയും ഇങ്ങനെ ഓടിച്ചാൽ കിട്ടില്ല, തോറ്റുപോകും. ഓരോരോ മിസ്റ്റേക്ക് എനിക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ടെസ്റ്റിൻ്റെ സമയമായപ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഉടമ്പടി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഉപ്പ് കാറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. സാർ എന്നോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, പിന്നീട് എന്നോട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എല്ലാം ആ സമയത്ത് കൃത്യമായിട്ട് എനിക്ക് ഒരു തെറ്റ് കൂടാതെ ചെയ്യാൻ സാധിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. പിന്നെ എൻ്റെ അമ്മയ്ക്ക് മുട്ടിന് തേയ്മാനായിരുന്നു. മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസം മരുന്ന് കഴിക്കണം. അപ്പോൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാവരുടെയും നെറ്റിയിൽ കുരിശ് വെച്ച് തൈലം കൊണ്ട് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ അമ്മയുടെ മുട്ടുമേലും പ്രാർത്ഥിക്കും. അതിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗുളികളൊക്കെ കുറക്കാം, ഇപ്പോൾ 1 കഴിച്ചാൽ മതി. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം ലഭിച്ചു. അതുകൂടാതെ എൻ്റെ ചേട്ടൻ +2 പാസ്സായിട്ടില്ല, പക്ഷേ ITയിൽ ചേർന്നു. അവൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ബുക്ക് തുറന്ന് ഒരു അക്ഷരം വായിക്കില്ല. ഇപ്പോഴും അവൻ്റെ ബുക്ക് അങ്ങനെ പടിയാണ് ഇരിക്കണ്ട് അപ്പോൾ ITയുടെ എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നപ്പോൾ അവൻ തോറ്റുപോയി.
അപ്പോൾ അത് പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തു. ഡേറ്റിൻ്റെ അന്ന് കാശ് രൂപം ചേട്ടൻ്റെ ബോക്സിൽ വെച്ച് കൊടുത്തു. അറിയില്ലായിരുന്നു അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ അനുഗ്രഹമായ റിസൾട്ട് വന്നപ്പോൾ ചേട്ടൻ ഫുൾ പാസ്സായി. അതുകൂടാതെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഭക്ഷണപ്പൊതികൾ ഓരോരുത്തർക്കാർ വേണമെന്ന് പറയുമ്പോൾ പൊതിഞ്ഞു കൊടുക്കും. അതുകൂടാതെ എൻ്റെ അമ്മ ഒരു കോൺവെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ സിസ്റ്റർമാരുടെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് പോകും. പിന്നെ ബൈസ്റ്റാൻഡറായിട്ട് 2-3 ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ട്. പിന്നെ രോഗികൾക്ക് എന്നെക്കൊണ്ട് പറ്റാത്ത രീതിയിൽ പൈസ കൊടുക്കും. അതുകൂടാതെ പത്രങ്ങൾ എനിക്ക് ആദ്യം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ആർക്കാർ എന്തൊക്കെ വിചാരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ പിന്നീട് ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും എൻ്റെ ആത്മീയത വളർന്നുകൊണ്ടിരുന്നു. ഓരോ ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ഞാൻ പത്രങ്ങൾ വീടിൻ്റെ അടുത്തും ഇങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു.